നമസ്കാരം. കേരളത്തിന്റെ മണ്ണിൽ ഇന്ന് രാഷ്ട്രീയത്തിന്റെ പെരുമ്പറ മുഴങ്ങിക്കേട്ട ദിനമാണ്. കാലങ്ങളായി കോട്ട കെട്ടിക്കാത്ത ഇരുമുന്നണികളുടെയും ചങ്കിട് പേറ്റിക്കൊണ്ട് വികസനത്തിന്റെ വിശ്വരൂപവുമായി നരേന്ദ്രമോദി വീണ്ടും അവതരിച്ചിരിക്കുന്നു. ഇത് വെറുമൊരു സന്ദർശനമല്ല, കേരളത്തിന്റെ രാഷ്ട്രീയ സിരകളിൽ പുതിയൊരു രക്തപ്രവാഹം ലക്ഷ്യമിട്ടുള്ള പടയോട്ടമാണ്. ഇരട്ട എഞ്ചിൻ എന്ന മോഹന വാഗ്ദാനം കേരളത്തിന്റെ ചുവപ്പൻ മണ്ണിലും ത്രിവർണ്ണ മണ്ണിലും താമര വിരിയിക്കുമോ? രാഷ്ട്രീയത്തിന് അതീതമായ വികസനമെന്ന് പ്രധാനമന്ത്രി ആവർത്തിക്കുമ്പോൾ ആ വാചകങ്ങളിൽ വീഴുന്നത് ആരുടെ വോട്ട് ബാങ്കുകളാണ് എന്ന് ചിന്തിക്കേണ്ടി വരും. കോർപ്പറേറ്റ് ബുദ്ധിയും ജനകീയ അടിത്തറയുമുള്ള 2020 NDA പാളയത്തിൽ ചേക്കേറുന്നത് കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ കടപുഴകി എറിയുമോ? തലസ്ഥാന നഗരിയിൽ തറച്ച വിജയക്കൊടി നിയമസഭയുടെ പടവുകൾ കയറാനുള്ള BJPയുടെ ആദ്യ ചവിട്ടുപടിയാണോ? കേരളം ചോദിക്കുന്നു, വികസനത്തിന്റെ ഈ വേഗതയിൽ പഴയ മുന്നണി രാഷ്ട്രീയത്തിന്റെ ഇന്ധനം തീരുകയാണോ? മിഷൻ 2026ലേക്ക് ഉന്നം വെച്ച മോദിയുടെ അസ്ത്രം ലക്ഷ്യം കാണുമോ? അതോ പ്രബുദ്ധ കേരളത്തിന്റെ രാഷ്ട്രീയ കരുത്തിൽ ഈ നീക്കങ്ങൾ നിഷ്ഫലമാകുമോ? എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ജോർജ് പടിപ്പാറ, കോൺഗ്രസിൽ നിന്നും ശ്രീ വിനോദ് മേക്കോത്ത്, BJPയിൽ നിന്നും ശ്രീമതി നവ്യ ഹരിദാസ് എന്നിവരിലേക്കാണ്. ഇന്ന് പ്രധാനമന്ത്രി വന്ന ഈ വേളയിലാണ് നമ്മളിരിക്കുന്നത്. ശ്രീമതി നവ്യ ഹരിദാസ്, കേരളത്തിൽ LDF UDF എന്ന ദ്വിമുഖ രാഷ്ട്രീയത്തിനപ്പുറം ശക്തമായ ഒരു മൂന്നാം ബദൽ ഈ തെരഞ്ഞെടുപ്പോടെ യാഥാർത്ഥ്യമാക്കാനുള്ള സാധ്യതകളാണ് തെളിയുന്നത് എന്ന് കരുതുന്നുണ്ടോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പക്ഷം കേരളത്തിൽ എത്രത്തോളം സാധ്യമാകും എന്നാണ് BJP കരുതുന്നത്? ശ്രീ നരേന്ദ്രമോദിജിയുടെ വികസന സ്വപ്നം, നമ്മുടെ കേരളത്തിലുള്ള വികസന സ്വപ്നം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തുടക്കമാണ് തിരുവനന്തപുരത്ത് കണ്ടിട്ടുള്ളത്. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ പ്രസക്തമായിട്ടുള്ള വാക്യങ്ങളും അത് തന്നെയായിരുന്നു. ഗുജറാത്തില് ജൈത്രയാത്ര ആരംഭിച്ചത് അഹമ്മദാബാദിൽ നിന്നാണ്. ഇവിടെ കേരളത്തിലെ ജൈത്രയാത്ര ആരംഭിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ തുടക്കം BJP ഇവിടെ കുറിച്ചു കഴിഞ്ഞു. അത് വരും ദിനങ്ങളിൽ അടുത്ത നിയമസഭാ ഇലക്ഷനിലായാലും ശരി, നമ്മുടെ കേരളത്തിന്റെ ഭാവി ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ പരാമർശങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഇത് ഒരു വ്യക്തിയെ ആസ്പദമാക്കിയിട്ടോ അല്ലെങ്കിൽ പ്രസ്ഥാന ആസ്പദമാക്കിയിട്ടോ അല്ല ഇന്നത്തെ പ്രസംഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്തെ മാതൃകാ നഗരമാക്കി മാറ്റും എന്നുള്ള പ്രഖ്യാപനം നമ്മൾ മലയാളികള് എന്നും കാതോർത്തിരുന്നിട്ടുള്ളതാണ്. നമ്മുടെ സംസ്ഥാന നഗരി അനന്തപുരി, ആ അനന്തപുരിയുടെ വികസന സാധ്യതകളെ കുറിച്ചുള്ള പഠനവും ഗവേഷണവും നമ്മൾ ഏറെക്കാലം മുൻപ് ആരംഭിച്ചിട്ടുള്ളതാണെങ്കിലും LDFന്റെയും UDFന്റെയും പക്ഷത്ത് നിന്നും തിരുവനന്തപുരം നഗരിക്ക് യഥാർത്ഥമായിട്ടുള്ള വികസനം നാളിതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല എന്നുള്ള പൊരുള് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇതിനെ മാതൃകാ നഗരമാക്കി മാറ്റാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കും, അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം കോർപ്പറേഷന് അത് സാധിക്കും എന്നുള്ള വ്യക്തമായിട്ടുള്ള അറിയിപ്പോട് കൂടെ തന്നെയാണ് ഇന്ന് പ്രധാനമന്ത്രി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ സന്ദർശനം എന്ന് പറയുന്നത് ഒരു വാക്ക് പാലിക്കലാണ്. കാരണം തിരുവനന്തപുരം നഗരം ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ ഏറിയാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നമ്മുടെ നഗരത്തിൽ എത്തും എന്ന് പറഞ്ഞിരുന്ന ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്. ഈ യാത്രയിലും ഒരുപാട് നമ്മൾ കാത്തിരുന്ന പല കാര്യങ്ങളുടെയും ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി തിരിച്ചു പോകുന്നതും. അപ്പോൾ നമ്മുടെ നാടിന് സമർപ്പിക്കുന്ന പല പദ്ധതികളും, ഉദാഹരണത്തിന് 3 അമൃത് ഭാരത് ട്രെയിനുകൾ, ആ ട്രെയിനുകൾ നമുക്കറിയാം വന്ദേ ഭാരത് വന്നതിന് ശേഷം ഒരിക്കൽ പോലും നമുക്ക് ടിക്കറ്റ് ലഭ്യമല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം. അതായത് ജനങ്ങൾ ഇരു കൈയും നീട്ടി ആ വികസനത്തെയും സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ. ഇന്ന് 3 അമൃത് ഭാരത് ട്രെയിനുകളുടെ ഉദ്ഘാടന കർമ്മം കൂടെ നിർവഹിക്കുമ്പോൾ നമ്മുടെ നഗരങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി, ആ കണക്ടിവിറ്റി എളുപ്പമാക്കിക്കൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള സകല ജനങ്ങളിലേക്കും വികസനം എത്തിക്കുക എന്നുള്ള ഒരു വീക്ഷണത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. ഓക്കെ, തീർച്ചയായിട്ടും മാം, തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് വ്യക്തമാണ്. ശ്രീ വിനോദ് മേക്കോത്ത്, ഞാൻ അങ്ങിലേക്കൊന്ന് വരികയാണ്. അതായത് പ്രധാനമന്ത്രി വികസനത്തിന്റെയും പ്രതീക്ഷകളുടെയും പദ്ധതികളൊക്കെ പറയുമ്പോഴും കോൺഗ്രസിനെ സൂക്ഷിക്കുക MMC ആണ്, അതായത് മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് എന്ന വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. കോൺഗ്രസിൽ വിള്ളലുണ്ടാക്കുന്നതിനുള്ള ഇതൊരു കാരണമാകുമോ? കാരണം പ്രധാനമന്ത്രി അടക്കം വരുന്നു, ഞങ്ങളൊരു വാക്ക് പാലിച്ചു എന്ന് തുടക്കത്തിൽ തന്നെ പറയുന്നു, ഞങ്ങൾ പറയുന്ന വാക്കുകളെല്ലാം പാലിക്കാൻ പോവുകയാണ് എന്ന വലിയൊരു പ്രതീതി ജനങ്ങളുടെ ഉള്ളിലേക്കുണ്ടാകുന്നു. കോൺഗ്രസിനെ സൂക്ഷിക്കുക എന്ന് അടിവരയിട്ട് പറയുകയും ചെയ്യുന്നു. കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ ഒരു വിള്ളലുണ്ടാക്കാനുള്ള കാരണമൊക്കെ ആയി മാറുമോ ഇത്? ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ എന്തെങ്കിലും പുതിയതായി പ്രഖ്യാപിക്കപ്പെട്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം 3 ട്രെയിനുകൾ പ്രഖ്യാപിച്ചു എന്നതിലപ്പുറം ഒരു പ്രധാനപ്പെട്ട പദ്ധതിയെ സംബന്ധിച്ച് സംസാരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. മോഹങ്ങൾ വാരി വിതറിയിട്ടുണ്ടാകാം,
ഇവിടെ നേരത്തെ നവ്യ സൂചിപ്പിച്ചതുപോലെ അഹമ്മദാബാദ് മാതൃകാ നഗരമാണോ ഇന്ന് ഇന്ത്യയിലെ മാതൃകാ നഗരം? ആ നഗരത്തിൽ വെച്ചാണ് BJP തുടങ്ങിയത് എന്ന് പറയുമ്പോൾ ഇന്ന് ഇന്ത്യയിലെ ടോപ്പ് 10 സിറ്റീസ് എടുത്തു നോക്കുമ്പോൾ അതിൽ അഹമ്മദാബാദിന്റെ പേര് വരേണ്ടതാണല്ലോ. ഇതുവരെയായിട്ടും വന്നിട്ടില്ലല്ലോ. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരങ്ങളുടെ പട്ടിക എടുക്കുമ്പോൾ അതിൽ 3 നഗരങ്ങളുടെ പേര് ഇപ്പോഴും കേരളത്തിൽ നിന്ന് തന്നെയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയമായി ഉപയോഗിക്കാവുന്ന ചില ടെർമിനോളജികൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചില വാഗ്ദാനങ്ങൾ എന്നല്ലാതെ അതിലപ്പുറം അതിലൊന്നും കാണേണ്ടതില്ല. ഇപ്പം BJP വാക്ക് പാലിച്ചു എന്ന് പറഞ്ഞാൽ BJP പറഞ്ഞ വാക്ക് എന്താണ്? പ്രധാനമന്ത്രി ഇവിടെ വരിക എന്നുള്ളതല്ല. പ്രധാനമന്ത്രി തിരുവനന്തപുരം നഗരസഭയുടെ വളർച്ചയ്ക്ക്, വികാസത്തിന്, അതിനെ മറ്റൊരു നഗരമാക്കി പരിവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തുന്ന. ഇന്നിപ്പം നമ്മൾ വായിക്കുന്ന വാർത്ത എന്താണ്? പദ്ധതി തന്നെ പൂർത്തിയായിട്ടില്ല, അത് സംസ്ഥാന ഗവൺമെന്റിന് അംഗീകാരം കിട്ടേണ്ടതുണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ പരിഗണനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്നൊക്കെ മേയർ പത്രത്തിലൂടെ അറിയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പൊ വികസനത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പം ഇന്ത്യയിലാകെ പറഞ്ഞ ഒട്ടേറെ പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെയൊക്കെ അവസ്ഥ ഇന്ന് എന്താണ്, ആ വാഗ്ദാനങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുന്നത് നല്ലതാണ്. 2 കോടി തൊഴിൽ ഒരു വർഷം നൽകും എന്ന് പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. അങ്ങനെ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ. കാരണം ആദ്യത്തെ ടേമിൽ അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ വികസനമായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷെ ആ വികസനം പറയാൻ 10 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കഴിയാതെ പോയി. നമ്മൾ കണ്ടല്ലോ, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റ് സംവിധാനങ്ങളും ഒക്കെ നോക്കുകുത്തിയായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് 10 വർഷത്തിനിപ്പുറവും പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടേണ്ട സാഹചര്യത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കണ്ടത്. ഇനി ആ 10 വർഷത്തെ ഭരണത്തിന്റെ ഭാഗമായി ക്യാമ്പയിൻ ആരംഭിച്ച BJP പറഞ്ഞത് 400 പാർ എന്നായിരുന്നു. ആ 400 പാർ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയ BJPയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവർ ഓട്ടം അവസാനിപ്പിച്ചത്? ഉണ്ടായിരുന്ന ഭൂരിപക്ഷം, ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം 2 ടേമിലും ഉണ്ടായിരുന്ന BJP ഗവൺമെന്റിന് 240 സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. നിങ്ങൾ എടുത്തു നോക്കൂ, BJPയുടെ ആ അർത്ഥത്തിലുള്ള വളർച്ചയുടെ ഗ്രാഫ് പരിശോധിച്ചാൽ അത് താഴോട്ട് ഡിപ്പ് ചെയ്യുകയാണ്. കേരളത്തിൽ എടുത്തു നോക്കൂ, 2010-15 കാലയളവിൽ BJPക്ക് ഉണ്ടായിരുന്ന വളർച്ചയിൽ നിന്ന് അത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. അപ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഇപ്പൊ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, അതിന് തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തി നോക്കൂ, അതിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തരത്തിൽ താഴോട്ട് പോയി എന്നുള്ളതാണ്. പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ, ഞങ്ങൾ പലപ്പോഴും താരതമ്യപ്പെടുത്താറുള്ളത് തൃശ്ശൂർ ലോക്സഭ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായ ഒരു അട്ടിമറി ജയം, അതിന്റെ ഭാഗമായിട്ട് വന്ന കഥകളൊക്കെ നമ്മുടെ ഇപ്പോഴും എയറിലുണ്ടല്ലോ, എങ്ങനെയൊക്കെയാണ് അവിടെ ആ സീറ്റ് പിടിച്ചെടുത്തതെന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ധാരണ, അത്തരത്തിലുള്ള ഒരു അന്തർധാര തിരുവനന്തപുരം നഗരത്തിന്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ അത്തരത്തിലൊരു ബന്ധം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുള്ള ആ ഒരു അന്തർധാരയുടെ ഒരു പ്രതിഫലനമാണ് ഈ തിരുവനന്തപുരം നഗരത്തിലും കണ്ടത് എന്നുള്ളതാണ്. അതിലപ്പുറം എന്ത് പദ്ധതിയാണ് BJPക്ക് മുന്നോട്ട് വെക്കാനുള്ളത്? ഇനി കേരളത്തിൽ തന്നെ മാതൃകാ നഗരമാക്കുന്ന, ഇപ്പം ഒരു മുനിസിപ്പാലിറ്റി ആണെങ്കിലും പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഭരണം അവർക്ക് കിട്ടിയല്ലോ, ഒരു നഗരസഭയ്ക്ക് തുല്യമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. എന്ത് മാറ്റമാണ് അവർക്ക് വരുത്താൻ കഴിഞ്ഞിട്ടുള്ളത്? അപ്പൊ ആ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ കൊണ്ടൊന്നും എന്താണ് പറയുക, ഒരു നഗരത്തിന് ആവശ്യമായ പദ്ധതികൾ മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമ്മൾ അതിൽ കാണേണ്ടത്. ഇപ്പോൾ പറഞ്ഞ പദ്ധതി പോലും അവർക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തിനേറെ പറയുന്നു, മേയർക്ക് പോലും അവിടെ പ്രധാനമന്ത്രിയുടെ പങ്കെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് ഉണ്ടായെന്നാണ് ലേറ്റസ്റ്റ് വന്നിട്ടുള്ള വാർത്തകൾ കാണുന്നത്. അപ്പോൾ ഒരു ഏകോപനവുമില്ലാതെ എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുക എന്നതിലപ്പുറം ഇത്തരത്തിൽ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനവും ഇന്ന് തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് വേണം കാണാൻ. പിന്നെ കോൺഗ്രസിന്റെ കാര്യം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇക്കഴിഞ്ഞ അധികം ചൂടാറിയിട്ടില്ലല്ലോ നമ്മുടെ ലോക്കൽ ബോഡീസിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കോൺഗ്രസ് എവിടെ നിൽക്കുന്നു, ഐക്യജനാധിപത്യ മുന്നണി എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഡാറ്റാസ് ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും പ്രധാനമന്ത്രി വന്നത് കൊണ്ടൊന്നും കോൺഗ്രസ് പാളയത്തിലെ വോട്ടുകൾക്കൊന്നും യാതൊരു പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ശ്രീ വിനോദ് മേക്കോത്ത് പറയുന്നത്. ഞാൻ ശ്രീ ജോർജ് പൊടിപ്പാറ സാറിലേക്ക് ഒന്ന് വരികയാണ്. സാർ, അത് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുകയും 2020 NDAയിലേക്ക് എത്തുകയും ചെയ്തു. കാലങ്ങളായി തുടർന്നു പോകുന്ന ഇവിടെ ഒരു UDF LDF മാറിയുള്ള ഭരണം, കഴിഞ്ഞ ടൈം നമുക്കറിയാം 2ാം ഭരണമൊക്കെ വന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴും ഈ ദ്വിമുഖ സമവാക്യങ്ങളിൽ വലിയൊരു വിള്ളലുകൾ വീഴാനുള്ള സാധ്യതയുണ്ടോ? ഈ സമവാക്യങ്ങളെല്ലാം
പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി അല്ലെങ്കിൽ 2020 NDA പ്രവേശനത്തോടുകൂടി ഈ സമവാക്യങ്ങളൊക്കെ ഒരു മാറ്റമുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയാണ് അങ്ങ് ഇതിനെ നിരീക്ഷിക്കുന്നത്? റോജി, ഇപ്പോ നവ്യ ഹരിദാസ് പോലും ഏറ്റവും ശുഭാപ്തി വിശ്വാസിയായ, ഏറ്റവും ആത്മവിശ്വാസമുള്ള BJP നേതാക്കളിൽ ഒരാളാണ് നവ്യ. തെരഞ്ഞെടുപ്പ് രംഗത്ത് നവ്യ വളരെ പെട്ടെന്ന് ശ്രദ്ധേയമായിട്ടുള്ള വ്യക്തിയാണ്. നവ്യ പോലും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളം ഭരിച്ചു കളയും, അല്ലെങ്കിൽ കേരളത്തിൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷം സംഘടിപ്പിച്ചു കളയും എന്നൊന്നും പറയാൻ തയ്യാറാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർ കുറെ കൂടി ദീർഘകാല സ്വപ്നമാണ് അവരുടെ മനസ്സിലുള്ളത്. അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് ഇതിലേതെങ്കിലും കേരളത്തിൽ നിലവിലുള്ള ആ ശാക്തിക ചേരിയിൽ അല്ലെങ്കിൽ ആ ശക്തി സമവാക്യങ്ങളിൽ മാറ്റം വരുത്തി ഏതെങ്കിലും ഒരു മുന്നണിയെ കുറെ കൂടെ ക്ഷീണിപ്പിച്ച് ആ സ്ഥാനത്തേക്ക് പതുക്കെ പതുക്കെ വരിക എന്നുള്ളതിനപ്പുറത്ത് ഒറ്റയടിക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വരുമെന്നൊന്നും അവരാരും പ്രതീക്ഷിക്കുന്നില്ല. അത് ഒരു എന്താ പറയാ, ഒരു ദിവാസ്വപ്നത്തിൽ പോലും ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ക്രമാനുഗതമായ ഒരു വളർച്ച കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് സത്യമാണ്. അവരുടെ വോട്ട് വിഹിതം ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷനിൽ അല്പം പിന്നോട്ട് പോയി എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അവർ കുറെ കൂടി വോട്ട് വിഹിതം 20%, 21% ഒക്കെ അടുത്തേക്ക് എത്തിച്ചു എന്നുള്ളത് അവഗണിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇവിടെ ഇപ്പൊ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ നമുക്ക് കാണേണ്ടത് അത് തെരഞ്ഞെടുപ്പ് കാഹളമാണ്. അതായത് BJP നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴക്കി കഴിഞ്ഞു. ആ കാഹളം വളരെ നന്നായി തന്നെ ചെയ്യാൻ കഴിഞ്ഞു. കാരണം വിസ്മയങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞത് കോൺഗ്രസ് ആണ്, VD സതീശൻ എന്ന ഓപ്പോസിഷൻ നേതാവ് ലീഡറാണ്. ഇതൊക്കെ ശരിയാണെങ്കിലും BJP അവർക്ക് സാധിച്ചതിനേക്കാൾ വലിയൊരു വിസ്മയം സൃഷ്ടിച്ചുകൊണ്ടാണ് BJP ഈ പ്രധാനമന്ത്രിയുടെ വരവിനെ എതിരേറ്റതും ആഘോഷിച്ചതും. നമുക്കറിയാം, എറണാകുളം ജില്ലയിലെങ്കിലും ശ്രദ്ധേയമായ സാന്നിധ്യമായ 4-5 പഞ്ചായത്തുകളിൽ ഭരിച്ചുകൊണ്ടിരുന്ന പല തെരഞ്ഞെടുപ്പുകളിലും ഈ പറഞ്ഞ പഞ്ചായത്തുകളിലും ചില കുന്നത്തുനാട് അടക്കമുള്ള ചില മണ്ഡലങ്ങളിലും ഇരു മുന്നണികളെയും വെല്ലുവിളിച്ചുകൊണ്ട് അവർക്ക് ഭീഷണിയായി ആര് ജയിക്കണം ആര് തോൽക്കണം നിശ്ചയിക്കുന്ന ഒരു ശക്തിയായിട്ട് പഞ്ചായത്ത് ഭരണത്തിലല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെയുള്ളൊരു ശക്തിയായി മാറിയ സാബുവൻ ജേക്കബ് എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ വലിയ കോർപ്പറേറ്റുകളിൽ ഒരാളായ സാബുവൻ ജേക്കബിന്റെ 2020 എന്ന പാർട്ടിയെ സ്വന്തം പാളയത്തിൽ എത്തിച്ചുകൊണ്ടാണ് BJP പ്രധാനമന്ത്രിക്ക് വരവേൽപ്പ് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല എന്ന് തന്നെ അംഗീകരിക്കണം. അതൊരു വലിയ കാര്യമാണ്. അതായത് ഒരു പ്രധാന പാർട്ടിയെ, മറ്റ് കേരളത്തിലെ പല പാർട്ടികളും ഇപ്പൊ മന്ത്രിസഭയിലൊക്കെ ഉള്ള പല പാർട്ടികളെക്കാൾ തനിച്ച് വോട്ടുള്ള ഒരു പാർട്ടിയാണ് 2020 എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. മറ്റു പല പാർട്ടികൾക്കും ആരെങ്കിലുമൊക്കെ കൂടെ കൂടിയാൽ ഞാനും മൂർഖൻ ചേട്ടനും കൂടി ഒരു എന്താ പറയാ ഒരാളെ കൊന്നു എന്ന് പറയുന്ന പോലെയാണ്, ഞാഞ്ഞൂല് പറയുന്ന പോലെയാണ് മറ്റു പല പാർട്ടികളുടെ അവസ്ഥ. അതല്ല സത്യത്തിൽ 2020ക്ക് അവരുടേതായ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. ആ വോട്ട് ബാങ്ക് ഉള്ളത് കൊണ്ടാണ് കിഴക്കമ്പലം അടക്കം വഴുവന്നൂര് അങ്ങനെ ഏതാണ്ട് 5ഓളം പഞ്ചായത്തുകളിൽ അവർക്ക് ഭരിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇത്തവണ 1-2 പഞ്ചായത്തുകൾ പോയെങ്കിലും മറ്റു 3-4 സ്ഥലത്ത് അവരിപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്കൊരു വോട്ട് ബാങ്ക് ഉണ്ട്, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഇപ്പോൾ ഈ BJP ആയിട്ട് ചേരുന്നതോടുകൂടി ആ വോട്ട് ബാങ്ക് തകർന്നു പോകില്ല എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, ഒരു മുന്നണിയിലും ഒരു പാർട്ടിയിലും ചേരാൻ പാടില്ല എന്നുള്ള വിശ്വാസമൊക്കെ ആയിരുന്നു ആ പാർട്ടിയെ സംബന്ധിച്ചുള്ളത്. പക്ഷെ ഇപ്പൊ BJPയോട് ചേരുമ്പോൾ ആ പാർട്ടിയിലെ വിശ്വസിച്ച് ആ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്ന് മനുഷ്യർ ഏത് രീതിയിൽ പ്രതികരിക്കുന്ന ചില സൂചനകൾ വന്നു കഴിഞ്ഞു. ഒരു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ അടക്കം പരസ്യമായി രംഗത്ത് വന്ന് അതിനെ എതിർക്കുന്നുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇന്നത്തെ സന്ദർശനത്തെക്കുറിച്ച്, പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെക്കുറിച്ച് പറയാം. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഒരു ഓളം സൃഷ്ടിച്ചു എന്നുള്ളതും BJP പ്രവർത്തകർക്ക് വലിയ ആവേശം എപ്പോഴത്തെയും പോലെ എപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം BJPക്ക് എപ്പോഴും വലിയൊരു ആവേശമാണ്. അദ്ദേഹം എവിടെ ചെന്നാലും, ഇന്ത്യയിൽ എവിടെ ചെന്നാലും അദ്ദേഹം സൃഷ്ടിക്കുന്ന ഒരു ഓളമുണ്ട്, അല്ലെങ്കിൽ ഒരു ഹാലോ, അത് വലിയൊരു ആവേഗം തന്നെയാണ്. ഈ തിരുവനന്തപുരത്ത് പതിവ് പോലെ ഇത്തവണയും അദ്ദേഹത്തിന്റെ സന്ദർശനം വലിയ ഗംഭീരമായ ഒരു സന്ദർശനമായിരുന്നു. സത്യത്തിൽ അതൊരു രാഷ്ട്രീയ സമ്മേളനമായിട്ടാണ്, അതായത് ഒരു തെരഞ്ഞെടുപ്പ് സമ്മേളനമായിട്ടാണ് ഞാൻ കണ്ടത്. അല്ലാതെ ഇന്ന് ഒരു BJPയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയത്തിനെ തുടർന്ന് നടത്തിയ ഒരു സമ്മേളനം എന്നുള്ളതിനപ്പുറത്ത്, കാരണം അദ്ദേഹം പ്രഖ്യാപിച്ച കൂട്ടത്തില് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഒക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അത്തരം ഒരു പ്രഖ്യാപനം വന്നില്ല. കേന്ദ്രം മാതൃകാ നഗരമാക്കുമെന്ന് ഇങ്ങനെ ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോയതല്ല. അത് എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത് നടപ്പാക്കാൻ പോകുന്നത്, എന്തെല്ലാം കേന്ദ്ര സഹായങ്ങളാണ് തിരുവനന്തപുരത്ത് വരാൻ പോകുന്നത്, അവിടുത്തെ മാലിന്യ സംസ്കരണം, അതുപോലെ തന്നെ ഗതാഗതം, അവിടുത്തെ റോഡുകള്, മറ്റ് ഇങ്ങനെയുള്ള അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും സ്പെസിഫിക് ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഒരു ഒഴുക്കൻ മട്ടിൽ തിരുവനന്തപുരത്തെ മാതൃകാ നഗരമാക്കും, ആവേശം വർദ്ധിപ്പിക്കുന്ന പോലെ അദ്ദേഹം പറഞ്ഞത് അഹമ്മദാബാദിൽ നിന്നാണ് BJPയുടെ ജൈത്രയാത്ര ആരംഭിച്ചത്. അഹമ്മദാബാദ് കോർപ്പറേഷൻ പിടിച്ചുകൊണ്ട് ഗുജറാത്ത് സംസ്ഥാനം പിടിച്ചു.
അങ്ങനെ ഗുജറാത്തും അഹമ്മദാബാദ് വയ ഗുജറാത്ത് വയ ഡൽഹി. അപ്പൊ ഇതുപോലെ അതിന്റെ തുടക്കം എന്ന പോലെ കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു, തലസ്ഥാന നഗരം. അങ്ങനെ കേരളം പിടിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. കേൾക്കാൻ നല്ല ഇമ്പമുള്ള വാക്കുകളാണ്. BJP പ്രവർത്തകരുടെ ശരീരത്തിൽ കൂടെ, അവരുടെ രക്തധമനികളിൽ കൂടി കുറച്ചുകൂടെ ചുടുരക്തം പായും, അതിന് ആവേശം കൂടും, ചിലർക്കൊക്കെ അങ്ങ് കുളിരും എന്നൊക്കെയുള്ളത് സത്യം തന്നെ. പക്ഷെ കേരളത്തിന്റെ രമ്യ തന്നെ അംഗീകരിക്കുന്ന, മനസ്സുകൊണ്ടെങ്കിലും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. ഈ പറഞ്ഞ ഗുജറാത്തിന്റെയോ രാജസ്ഥാന്റെയോ മധ്യപ്രദേശിന്റെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളുടെയും ഒരു ഒരു ഡെമോഗ്രാഫിക് ഘടനയല്ല കേരളത്തിലേത്. കാരണം ഇവിടെ 55% ഭൂരിപക്ഷ സമുദായം ഉള്ളപ്പോൾ 45%-ലധികം ന്യൂനപക്ഷ സമുദായങ്ങളുള്ള കേരളത്തിൽ മറ്റു ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടത്തിയ പോലത്തെ ഒരു അശ്വമേധം BJPക്ക് അതിവേഗം സാധിക്കുന്ന ഒരു സംസ്ഥാനമല്ല ഇത്. പക്ഷെ സ്പേസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത് കുറെ കൂടെ സമയം എടുക്കും. അതിന് ഏതെങ്കിലും ഒരു മുന്നണി തീർച്ചയായിട്ടും തകർന്നേ മതിയോ. പല കണക്കൂട്ടലുകളും പണ്ട് UDF-നെ തളർത്തി ആ സ്പേസിലേക്ക് കയറി വരാമെന്ന് BJP വിചാരിച്ചു. പക്ഷെ അത് നടന്നില്ല. ഇപ്പോ നേരെ തിരിച്ചു വിചാരിക്കുന്നുണ്ട്. അത് എത്രത്തോളം എളുപ്പമാണെന്ന് നമുക്ക് കണ്ടറിയണം. ഏതായാലും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വെച്ചുകൊണ്ട് ഇന്നിപ്പോ അമൃത ഭാരത് എക്സ്പ്രസിന്റെ 3 ട്രെയിനുകൾ ഉദ്ഘാടനം ചെയ്തു. ഒരു ഗുരുവായൂർ തൃശ്ശൂർ പാസഞ്ചർ ട്രെയിൻ ഉദ്ഘാടനം ചെയ്തു. സോ ഫാർ സോ ഗുഡ്. അതൊക്കെ ചെയ്യുന്നത് നല്ലത് തന്നെ. കേരളം എത്ര ട്രെയിൻ വന്നാലും കേരളത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ്. യാത്രക്കാർക്ക് ഒരു പഞ്ഞം ഉണ്ടാവില്ല. ഇതൊക്കെ നല്ലത് തന്നെ. പക്ഷേ കേരളം പ്രതീക്ഷിച്ച വലിയ ചില പ്രഖ്യാപനങ്ങളുണ്ട്. പുതിയൊരു അതിവേഗ പാത, റെയിൽ പാത പ്രഖ്യാപിക്കും, അതിന് ശ്രീധരൻ ആയിരിക്കും അതിന്റെ കൺസൾട്ടന്റ് എന്നൊക്കെ പറഞ്ഞു അതിന്റെ ഒരു പ്രഖ്യാപനം ഇന്ന് ഉണ്ടാവും എന്ന് കരുതി കേരളം കാതോർത്തത് ആ പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടാണ്. ആ പ്രഖ്യാപനം ഉണ്ടായില്ല. അതൊരു പക്ഷേ അതിന്റെ ഈ പറഞ്ഞ പോലെ തുടക്കമേ ആയിട്ടുണ്ടാവുള്ളൂ. ഏതായാലും ഒരു കാര്യം തീർച്ചയാണ്, BJPക്ക് തെരഞ്ഞെടുപ്പിൽ സ്വപ്നങ്ങളുണ്ട്. ഒരുപക്ഷെ മുമ്പ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിയാത്ത രീതിയിൽ BJP അതിന്റെ ശക്തി ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചേക്കാനും മതി. അതൊന്നും നമ്മൾ നിശ്ചയിച്ചിട്ട് കാര്യമില്ല. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന ചില നിയമസഭാ മണ്ഡലങ്ങളിലും കാസർഗോഡ്, പാലക്കാട് പോലുള്ള ജില്ലകളിലും ചിലപ്പോൾ ഒരു പക്ഷേ BJP മുൻ തെരഞ്ഞെടുപ്പുകളിലൊന്നും കാണാത്ത രീതിയിൽ ചില ശക്തി പ്രകടനങ്ങൾ നടത്തിയേക്കാം. അത് ചിലപ്പോൾ ഒരു സീറ്റിനൊക്കെ പകരം അതിലേറെ സീറ്റുകളിലേക്ക് BJP എത്തിപ്പെട്ടേക്കാം. അത് ആരുടെ കണക്കുകൂട്ടലുകളാണ് തെറ്റിക്കുക, ആരുടെ, താങ്കൾ തുടക്കത്തിൽ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ആരുടെ വഴിയിലാണ് വിഘ്നം സൃഷ്ടിക്കുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷെ ഇന്ന് അത്രമേൽ ആവേശം കൊള്ളാവുന്ന കാര്യങ്ങളൊന്നും പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൊണ്ട് ഉണ്ടായിട്ടില്ല. ഒരു ശരാശരി സന്ദർശനം, മുമ്പ് പലപ്പോഴും നടത്തിയൊരു സന്ദർശനം എന്നതിനപ്പുറത്ത് കേരളത്തെ അങ്ങ് ഉന്മാദം കൊള്ളിക്കുന്ന, BJP പ്രവർത്തകർക്ക് വേണമെങ്കിൽ അത്യാവശ്യം ആവേശം കൊള്ളാമെന്നല്ലാതെ മലയാളികളെ ഉന്മാദികളാക്കുന്ന, മോദിയുടെ ആരാധകരാക്കുന്ന, BJPയെ ജയ് വിളിപ്പിക്കാൻ പോന്ന വലിയ പ്രഖ്യാപനങ്ങളോ വലിയ സംഭവങ്ങളോ ഒന്നും ഇന്നത്തെ സന്ദർശനം കൊണ്ട് ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. അതെ, ശരിയാണ്. മലയാളികളെ അങ്ങ് പുളകം കൊള്ളിക്കാൻ പറ്റുന്ന ഒന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ള. പക്ഷേ BJP പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആഘോഷം തന്നെ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു സന്ദർശനമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതും എന്ന് ജോർജ് സാർ കൂട്ടിച്ചേർക്കുന്നു. ശ്രീ നവ്യ ഹരിദാസ്, അങ്ങിലേക്ക് വരികയാണെങ്കിൽ, അതായത് നമ്മൾ ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ചെറിയ കാര്യങ്ങളിൽ മാത്രമായി ഒതുങ്ങിപ്പോയി. അത് നല്ലത് തന്നെയാണ്, കേരളത്തിന് നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. ഇതൊരു തെരഞ്ഞെടുപ്പ് കാഹളം മാത്രമായി കാണുകയായിരുന്നു BJP. അതായത് മൊത്തം BJP പ്രവർത്തകരിൽ ഉണർവുണ്ടാകുക, അതുവഴി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുക എന്നതിൽ കവിഞ്ഞ് കേരളത്തിന് എന്താണ് സംഭാവന ചെയ്തത്? എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? പുതിയ പ്രഖ്യാപനങ്ങൾ കൊണ്ടുവരിക എന്ന് നമ്മൾ ഒരു വശത്ത് ചർച്ച ചെയ്യുമ്പോൾ, കേന്ദ്ര സർക്കാർ ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ള ഏതെല്ലാം പ്രഖ്യാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി എന്നൊരു അവലോകനം തീർച്ചയായിട്ടും നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇവിടെ PM ശ്രീ പദ്ധതി ആയാലും, പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ആയാലും, ഇവിടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി ആയാലും, നമ്മുടെ ഇൻഷുറൻസ്, ഏറെ 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ജനങ്ങളും കാത്തിരിക്കുന്ന പദ്ധതികൾ, അങ്ങനെ നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ ഇപ്പൊ നടപ്പിലാക്കി മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്ന പല പദ്ധതികളും ഇന്ന് നമ്മുടെ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടില്ല. അവിടെ PM ആവാസ് യോജന പദ്ധതിയാണെങ്കിലും നമുക്കറിയാം, അതിന്റെ 2ാം ഘട്ടം വന്ന സമയത്ത് ഒപ്പിടാൻ വേണ്ടി മടിച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനം. അപ്പൊ ആ തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തെ മുഴുവനും ഉന്നതിയിലേക്ക് കൊണ്ടുവരും എന്ന് പറയുമ്പോൾ, ഇതുവരെ പ്രഖ്യാപിച്ചിരുന്ന പദ്ധതികളെല്ലാം യാഥാർത്ഥ്യത്തിൽ എത്തിക്കാൻ പ്രധാനമന്ത്രിയുടെ കൂടി ഒരു മേൽനോട്ടം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ, സാധാരണക്കാരനോടൊപ്പമാണ് ഭാരതീയ ജനതാ പാർട്ടി നിൽക്കുന്നത്, ഈ ഗവൺമെന്റ് നിൽക്കുന്നത് എന്നുള്ളൊരു സൂചന കൂടെ നമുക്ക് ഇന്നത്തെ സംസാരത്തിലൂടെ വ്യക്തമാവുകയാണ്. പിന്നെ ഇവിടെ ശ്രീ വിനോദ് മേക്കോത്ത് പറഞ്ഞു തുടങ്ങിയ വികസനം ഇല്ല എന്നുള്ളതാണ്. നമ്മള് ഡെവലപ്മെന്റൽ ഓറിയന്റഡ് പാർട്ടി വിത്ത് എ ഡിഫറൻസ് എന്നൊക്കെ BJPയെ പറയുമ്പോൾ, കഴിഞ്ഞ 10 വർഷക്കാലവും ഈ വികസനം നമ്മുടെ ഭാരതത്തിൽ നടപ്പിലാക്കിയത് കൊണ്ട് തന്നെയാണ്
മൂന്നാം തവണയും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിയത്. എന്നാൽ അദ്ദേഹം സൂചിപ്പിച്ച മറ്റൊരു കാര്യം ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ എന്ത് പറ്റി ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്നുള്ളതാണ്. മുൻപ് മത്സരിച്ചിരുന്ന സമയത്ത് കോൺഗ്രസ് ഒരു പാർട്ടിയായിരുന്നു, ആം ആദ്മി പാർട്ടി മറ്റൊരു വശത്ത്, LDFന്റെ സംഘടനകൾ മറുവശത്തൊക്കെ ആയിരുന്നു മത്സരിച്ചിരുന്നതെങ്കിൽ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 2024 ഇലക്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും അതായത് ദേശീയ ജനാധിപത്യ സഖ്യവും മറുവശത്ത് ഇന്ത്യ സഖ്യവുമായിരുന്നു. അപ്പൊ ആ ഇന്ത്യ സഖ്യം ഒന്നിച്ചു നിന്നുകൊണ്ട് ചെറുകിട രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് കോൺഗ്രസും LDFും UDFും ആം ആദ്മി പാർട്ടി എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ അവരെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കണം എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു കഴിഞ്ഞ 2024 ഇലക്ഷൻ. പക്ഷെ ആ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചില്ല. അവിടെ കോൺഗ്രസിന്റെ വോട്ട് വർധനയിൽ ഉണ്ടായിരുന്ന കണക്കുകളും അതുപോലെ തന്നെ കോൺഗ്രസ് എത്ര സീറ്റ് നിലനിർത്തി എന്നുള്ള കാര്യം കൂടെ അദ്ദേഹം ഒന്ന് ചർച്ച ചെയ്യുന്നത് നന്നാവും. അതുകൊണ്ടാണ് 400 പാർ എന്ന് പറഞ്ഞിട്ടുള്ള കണക്കിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് എത്താൻ സാധിക്കാതിരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം വളരെ നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന പശ്ചാത്തലത്തിലും ഇവിടെ ഒരു സന്ദർശനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് 2024 BJPക്ക് ഭരണത്തിലെത്തിയെങ്കിലും ഭൂരിപക്ഷത്തോടുകൂടെ ഭരണത്തിലെത്തിയെങ്കിലും അതിനെ ഇകഴ്ത്തി കാണിക്കാനുള്ള ഒരു ശ്രമമാണ് ശ്രീ വിനോദ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞതുപോലെയുള്ള ഒരു വിജയ കാഹളം മുഴക്കിക്കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ പാർട്ടിയിലെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവേശം കൊള്ളുന്ന നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് പ്രത്യാശയുടെ ദിനങ്ങളാണ്. ഒരു പ്രത്യാശ നമുക്ക് തിരുവനന്തപുരം, അതായത് നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം പിടിച്ചെടുക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ അതിനെ താഴ്ത്തിക്കെട്ടി കണ്ടുകൊണ്ടിരുന്ന മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മുൻപിലൂടെയാണ് ഇന്ന് നമ്മുടെ മേയറും ഡെപ്യൂട്ടി മേയറും കൗൺസിലർമാരും അടങ്ങുന്ന നമ്മുടെ തിരുവനന്തപുരം നഗരി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് സാക്ഷ്യം വഹിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതൊരു തുടക്കമാണ്. ഈ തുടക്കം നമ്മുടെ സംസ്ഥാനത്തിലെ മറ്റ് ഭാഗങ്ങളിലേക്കും പടരും, അത് തുടരും എന്ന് പറയുമ്പോൾ അത് അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. ആ ആത്മവിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാണ് അടുത്ത നിയമസഭാ ഇലക്ഷനിലേക്കുള്ള ഞങ്ങളുടെ ചുവടുവയ്പും. ഓക്കെ, തീർച്ചയായിട്ടും പറഞ്ഞു വന്നത് നല്ല കാര്യമാണ്. അതായത് BJP പ്രവർത്തകർ വലിയൊരു ആവേശം നൽകുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ശക്തമായ ഒരു ഒരുക്കം തന്നെ നടത്തിയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് ശ്രീ വിനോദ് മേക്കോത്ത്. അതായത് വിസ്മയം സൃഷ്ടിക്കും എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നു. പക്ഷേ വലിയൊരു വിസ്മയം തന്നെയാണ് ഇപ്പോൾ BJP NDA സഖ്യം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ വിസ്മയത്തിൽ കണ്ണ് മഞ്ഞളിച്ച് പോകുമോ? കോൺഗ്രസിന് എങ്ങനെയാണ് അടിതെറ്റുമോ? ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രീമതി നവ്യ പറഞ്ഞതിനെ ഒന്ന് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. കോൺഗ്രസ് കൊണ്ടുവന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ള UPA ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതികളുടെ പേര് മാറ്റിയിട്ടതല്ലാതെ ഏതെങ്കിലും ഒരു പുതിയതായിട്ടുള്ള വികസന പദ്ധതി രാജ്യത്ത് നടപ്പാക്കാനോ നടപ്പാക്കിയവ വിജയിപ്പിക്കാനോ കഴിയാത്ത ഒരു ഭരണകൂടമാണ് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. ഞാൻ വേണമെങ്കിൽ അതിന്റെ പേരുകൾ മാറ്റിയിട്ടതിന്റെ നിരവധിയായ പേരുകൾ ഞാൻ വേണമെങ്കിൽ നോക്കി വായിച്ചു തരാം. കാരണം നമുക്ക് പരിമിതമായ സമയമുള്ള ഒരു ചർച്ച എന്നുള്ള നിലയ്ക്ക് അതെല്ലാം വായിച്ചു പോകാൻ എനിക്ക് കഴിയില്ല. ഏത് പുതിയ പദ്ധതിയാണ് രാജ്യത്തെ വികസന പ്രവർത്തനത്തിന് വേണ്ടി നടപ്പാക്കിയത്? പിന്നെ മറ്റൊരു ഫാക്ച്വൽ എറർ എന്ന് പറയുന്നത് എല്ലാവരും കൂടി BJPയെ അറ്റാക്ക് ചെയ്തത് കൊണ്ടാണ്. എത്ര പേരുണ്ട് മാഡം ഇന്ത്യ സഖ്യത്തില്? എത്ര കക്ഷികളുണ്ട്? അതിലാകെ 26 കക്ഷികൾ മാത്രമേ ഉള്ളൂ. എത്ര കക്ഷികളുണ്ട് NDA സഖ്യത്തില്? മാഡം കണക്കെടുത്തിട്ടുണ്ടോ? BJP മാത്രമല്ല, ഇവിടെ ഫ്ലെക്സ് ബോർഡ് വെച്ച് എല്ലാവരും കൂട്ടമായി വന്നോളൂ, ഞാൻ ഒറ്റയ്ക്ക് നേരിടാം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയുടെ ഫ്ലെക്സ് വെച്ചതുകൊണ്ട് കാര്യമില്ല. 39 രാഷ്ട്രീയ കക്ഷികളാണ് NDA സഖ്യത്തിലുള്ളത്. അപ്പൊ ഒറ്റയ്ക്ക് നേരിടുന്ന പരിപാടിയല്ല, മുന്നണി രാഷ്ട്രീയമാണ് രാജ്യത്ത് നടക്കുന്നത്. ആ മുന്നണി രാഷ്ട്രീയം തന്നെയായിരുന്നു തൊട്ടു മുമ്പത്തെ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് 400 പാർ എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ 240ലേക്ക് താഴ്ന്നു പോകുന്ന ഒരു ഫലം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായത്. ഞാൻ പറയുന്നത് വികസനത്തിന്റെ സൂചിക ഞാൻ പറഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഉയർച്ചയും കണ്ടിട്ടുണ്ട്, താഴ്ചയും കണ്ടിട്ടുണ്ട്. കോൺഗ്രസ് കഴിഞ്ഞ 2 ടേമിൽ സംസ്ഥാനത്ത് അധികാരത്തിന് പുറത്തു നിൽക്കുന്ന പാർട്ടിയാണ് UDF. പക്ഷേ വലിയൊരു തിരിച്ചുവരവ് കഴിഞ്ഞ മാസം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ കാണുകയും അത് പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു പ്രവേശനമായി അല്ലെങ്കിൽ ചുണ്ടുപലകയായി രാഷ്ട്രീയ വിശാരദന്മാർ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിൽ വന്നിരിക്കുകയാണ്. അതിൽ വലിയ മാറ്റമൊന്നുമില്ല. വിസ്മയം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം. ഇന്ന് ഏത് തരത്തിലുള്ള ചർച്ചയാണ് UDFുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? പുറത്തു വന്ന NDTVയുടെ സർവേ നമ്മളാരും കേരളത്തിൽ നിന്ന് പോയി സ്വാധീനിച്ചിട്ടുള്ള അല്ലല്ലോ. സാക്ഷാൽ നരേന്ദ്രമോദിയുടെ എന്താ പറയാ സതീർത്ഥ്യനായിട്ടുള്ള
അദാനി വാങ്ങി പിന്നെ ഭീഷണിപ്പെടുത്തി പിണറായി റോയ് ഉൾപ്പെടെയുള്ളവരേക്ക് പറഞ്ഞയച്ച് വാങ്ങിയ NDTVയുടെ സർവേയിൽ വന്ന ഫലം എന്താണ്? ഇവിടെ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്, ആർക്കാണ് ഭരണം കിട്ടാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് അവർ സൂചന നൽകിയല്ലോ. ഞാൻ പറഞ്ഞ ആ സർവേയെ വിശ്വസിക്കുന്നുണ്ട് എന്നല്ല, പക്ഷെ അത്തരത്തിലുള്ള ചർച്ചകൾ മാധ്യമ ലോകത്ത് പോലും ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പൊ UDF സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു നിയോജകമുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 4 പഞ്ചായത്തിൽ അധികാരത്തിൽ ഉണ്ടായിരുന്ന ഈ പറയുന്ന 2020 എന്ന് പറയുന്ന പാർട്ടിക്ക്, അവരൊരു പാർട്ടി പോലുമല്ല, ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്. അവർക്ക് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്ത് പറ്റി? 2 പഞ്ചായത്തിലെ ഭരണം പോയല്ലോ. കൊച്ചിൻ കോർപ്പറേഷനിൽ എന്ത് ചലനമാണ് അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്? അപ്പൊ അവരുടെ ഗ്രാഫ് താഴോട്ട് പോകുന്നു. അവർ മുന്നോട്ട് വെച്ച വെൽഫെയർ പൊളിറ്റിക്സ് കൊണ്ട് മാത്രം ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള നിലയിലേക്ക് അവരൊരു അത്താണി എന്നുള്ള നിലയ്ക്ക് ഒരു ബിസിനസ് പങ്കാളിയെ കണ്ടെത്തിയതുപോലെ NDAയിൽ ചേരാൻ വേണ്ടി തീരുമാനിച്ചു എന്നതിലപ്പുറം ഒരു സംശയവും വേണ്ട. ഞങ്ങളൊരു അപ്പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡുമായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഞങ്ങൾ വികസനം മാത്രമാണ്, അഴിമതിരഹിതമായിട്ടുള്ള വികസനം, ആളുകൾക്ക് വെൽഫെയർ നൽകുക എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് 2020യിലേക്ക് ആളുകൾ ആകൃഷ്ടരായത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കൃത്യമായ പ്രതിലോമകരമായ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിലോമകരമായ ഒരു രാഷ്ട്രീയത്തിലേക്ക് അവർ കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ, നേരത്തെ പൊടിപാറ സാറ് പറഞ്ഞതുപോലെ കേരളത്തിന്റെ ഡീമോഗ്രാഫി പഠിക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് എറണാകുളത്തിന്റെ ഡീമോഗ്രാഫി പഠിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമാണ് അക്കാര്യത്തെ കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ വികസന പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് പറയുന്നത് കേവലം വാചാടോപം കൊണ്ട് സാധ്യമാകുന്ന കാര്യമല്ല. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, രാജ്യത്തെ 10 നഗരങ്ങൾ എടുക്കുമ്പോ അഹമ്മദാബാദിൽ തുടങ്ങുമ്പോ അഹമ്മദാബാദ് ആ 10 എവിടെയെങ്കിലും ഒന്ന് വേണ്ടേ? ആ 10 പക്ഷേ കേരളത്തിലെ 3 നഗരങ്ങളുണ്ട്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ 6 നഗരങ്ങളുണ്ട്. അവിടെ എവിടെയും ഗുജറാത്തിലെ അഹമ്മദാബാദ് നമ്മൾ കാണാൻ കഴിയുന്നില്ല. അപ്പൊ നഗരത്തിൽ തുടങ്ങി സംസ്ഥാനത്തിലേക്ക് വ്യാപിച്ചു, കേന്ദ്രത്തിലേക്ക് പടർന്നു എന്നൊക്കെ, അതൊക്കെ ആലങ്കാരികമായ ഒരു ഭാഷാ പ്രയോഗം എന്നതിലപ്പുറത്തേക്ക് കേരളത്തിൽ അതിനൊന്നും ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ആ കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ കോൺഗ്രസിന്റെ കാര്യം, UDFന്റെ കാര്യം നമുക്കറിയാം. ജനങ്ങൾ കോൺഗ്രസിനെ, UDFനെ വലിയ ആവേശത്തോടുകൂടി പുൽകിയ ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. കേവലം ഇതുപോലുള്ള പ്രഖ്യാപനങ്ങളോ പ്രകടനങ്ങളോ ഒന്നുമല്ല, ജനങ്ങൾ വോട്ടിട്ട് തെളിയിച്ചതാണ് എങ്ങോട്ടാണ് കേരളം ചിന്തിക്കുന്നത്. അതിന്റെ ഭാഗമായി അതിന് അനുഗുണമായ തരത്തിലുള്ള അടുപ്പം പലരും UDFനോട്, മുന്നണിയോട് പ്രകടിപ്പിക്കുന്നതിന്റെ സൂചനകൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു. വരാനിരിക്കുന്നേ ഉള്ളൂ. പല ചർച്ചകളും ഇനിയും ഉരുത്തിരിഞ്ഞു വരേണ്ടതുണ്ട്, പുരോഗമിക്കേണ്ടതുണ്ട്. വിസ്മയത്തിന്റെ ദിനങ്ങൾ തന്നെയാണ് നമ്മളെ കാത്തു നിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. വിസ്മയങ്ങളുടെ ദിനങ്ങൾ തന്നെയാണ്. കേരളത്തിൽ BJP പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ പ്രാബല്യത്തിലാകാൻ പോകുന്നില്ല. ഇത് കേരളമാണ് എന്നൊരു പോയിന്റിലാണ് ശ്രീ വിനോദ് മേക്കോത്ത് എത്തിയിരിക്കുന്നത്. ജോർജ് സാർ, അഖിലേക്ക് വരികയാണെങ്കിൽ, അതായത് കേന്ദ്രത്തിലുള്ള പല ഫണ്ടുകൾ, നേരത്തെ ശ്രീമതി നവ്യ ഹരിദാസ് പറഞ്ഞതുപോലെ കേന്ദ്രം നടത്തിയ പദ്ധതികൾ എത്രത്തോളം നിങ്ങൾ കേരളത്തിൽ ചെയ്തു? അപ്പോൾ കേന്ദ്രം നടത്തുന്ന പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ ഇവിടെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ തന്നെ കേരളത്തിൽ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് ഒരുപറ്റം ആളുകൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ കുറ്റം പറയാൻ പറ്റുമോ, ശ്രീ പൊടിപ്പാർ സാർ? അല്ല, സ്വാഭാവികമായിട്ടും അത് BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് അങ്ങനെ പറയാനുള്ള എല്ലാ അവകാശം ഉണ്ടല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തില് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാധാരണ ഇതിൽ ഞാൻ അല്ലെങ്കിൽ ചിലരൊക്കെ പറയുന്നത് പോലെ കന്യാസ്ത്രീമാരുടെ കൊന്ത നമസ്കാരം പോലെ വളരെ നിഷ്കളങ്കമായ ഒരു സംഭവമൊന്നും അല്ലല്ലോ. അത് അധികാരം, പദവി, അതിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന, നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ, പദ്ധതികൾ, ഇതൊക്കെയാണല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രക്രിയയല്ല. അപ്പൊ അതിന് വാഗ്ദാനങ്ങൾ കൊടുക്കേണ്ടി വരും, അവർ ഉദ്ദേശിക്കുന്ന, അവർ വിഭാവനം ചെയ്യുന്ന ലക്ഷ്യങ്ങൾ വേണ്ടിവരും. ഇതൊക്കെ ചേരുന്നതാണ് പൊളിറ്റിക്സ്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ചൂണ്ടിക്കാണിച്ച കാര്യം ശരിയാണ്. അവർക്ക് അവരുടെ പദ്ധതികൾ പ്രഖ്യാപിക്കാനുള്ള അവരുടെ ലക്ഷ്യം, അവർ ഇരട്ട എഞ്ചിൻ സർക്കാർ, കേന്ദ്രം നടപ്പാക്കുന്ന വേഗതയിൽ, ഇന്ത്യയിൽ ഒട്ടാകെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾ അതേ വേഗതയിൽ, അതേ അളവിൽ, അതേ വ്യാപ്തിയിൽ ഈ സംസ്ഥാനത്ത് നടപ്പാക്കണമെങ്കിൽ മറ്റു പല സംസ്ഥാനങ്ങളിലും എന്ന പോലെ ഒരു ഇരട്ട എഞ്ചിൻ സർക്കാർ കേരളത്തിലും വരണം എന്ന് BJP പറയുന്നതിനകത്ത് അവരുടേതായ ന്യായീകരണങ്ങളുണ്ട്. അവരുടെ പല സംസ്ഥാനങ്ങളിലും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന, അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്ന അതുകൊണ്ടാണ്. പക്ഷെ കേരളം അതിന് തക്ക പോലെ, കേരളം BJP ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഇപ്പോഴും അങ്ങ് ഇതായിട്ടില്ല. അവർക്ക് പറ്റുന്ന എന്തും 100 വേനി കൊയ്യാവുന്ന ഒരു വിളനിലമായിട്ട് മാറിയിട്ടില്ല. മാറാൻ അത്ര എളുപ്പത്തിൽ മാറാൻ കഴിയുന്ന ഒരു മണ്ണല്ല കേരളം എന്നുള്ളത് മറ്റാരേക്കാൾ BJP തിരിച്ചറിയുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു സംവിധാനം, ഇവിടുത്തെ ഒരു സാഹചര്യം വ്യത്യസ്തമാണ്. അവർക്ക് അങ്ങനെ ആഗ്രഹിക്കാനുള്ള എല്ലാ ന്യായവും ഉണ്ട്. അതിനെ നമുക്ക് തെറ്റു പറയാനുമില്ല. ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ,
തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഒരു ഐ ഓപ്പണറാണ്. ഇരു മുന്നണികൾക്കും ഒരു ഐ ഓപ്പണറാണ്, ബി ജെ പിക്കും ഐ ഓപ്പണറാണ്. കാരണം 19% 20% വോട്ടുണ്ടായിരുന്ന ബി ജെ പിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് 14%, എന്റെ കണക്ക് തെറ്റാണെങ്കിൽ നവിക്ക് തിരുത്താട്ടോ, എനിക്ക് യാതൊരു വിരോധമില്ല, ഞാനതിന് തയ്യാറുമാണ്. പക്ഷെ എന്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുന്നത് 14% വീണു. പക്ഷെ അതിനൊരു കാരണം എന്താ വെച്ചാൽ അവരെല്ലാ ഏതാണ്ട് 2000-ഓളം വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ പോലും നിർത്തിയിട്ടില്ല. മുഴുവൻ സ്ഥലത്തും നിർത്താൻ അവർക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ടൊക്കെ ആവാം. പിന്നെ ഇത് രണ്ടും രണ്ടാണല്ലോ. ഇപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും പ്രത്യേകിച്ച് പല സ്ഥലത്തും അവർക്ക് മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. എങ്കിലും മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ സീറ്റുകളിൽ ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്തി എന്നുള്ളത് വ്യക്തമാണ്. അതൊക്കെയാണെങ്കിലും പരിമിതികളുണ്ട്. ആ പരിമിതികളൊക്കെ മറികടന്ന് അവർ മുന്നോട്ട് പോകണം. അവർ മാത്രമല്ല, അവർ കുറെ കൂടി സാധ്യതയുള്ള സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവലംബിച്ചത്. അവരുടെ മുഖ്യ ടാർഗറ്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആയിരുന്നു. അത് അവർ പിടിച്ചെടുത്തു. അതൊരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. അല്ല എന്ന് ആര് പറഞ്ഞാലും ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വലിയ സംഭവം തന്നെയാണ്. അനന്തപുരി പോലുള്ള നഗരം, കേരളത്തിന്റെ തലസ്ഥാന നഗരം, ബി ജെ പി പിടിച്ചെടുക്കുന്നു. ഇടതുമുന്നണിയെയും യു ഡി എഫിനെയും അട്ടിമറിച്ചുകൊണ്ട് ബി ജെ പി പിടിച്ചെടുക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ രാഷ്ട്രീയമായിട്ട് തന്നെ കാണണമല്ലോ. അതായത് ഒരു എന്താ പറയാ, ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ അത് കണ്ടിട്ട് കാര്യമില്ല. ബി ജെ പിക്ക് നേട്ടം ഉണ്ടായി എന്ന് പറയാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം. അത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് മുന്നണികൾ ആത്മപരിശോധന നടത്തട്ടെ. വല്ല അന്തർധാര ഉണ്ടായിരുന്നോ? അതല്ലെങ്കിൽ ബി ജെ പി ജയിക്കണമെന്ന് ജനങ്ങൾ മാത്രമല്ല വേറെ ആരെങ്കിലും ആഗ്രഹിച്ചിരുന്നോ? ഇതൊക്കെ വേറെ ചോദ്യങ്ങളാണ്. പക്ഷെ ബി ജെ പി ജയിച്ചു എന്നുള്ളൊരു ഫാക്ട് നമ്മുടെ മുമ്പിലുണ്ട്. അത് 50 സീറ്റുകൾ പിടിച്ചുകൊണ്ടാണ് അവർ ജയിച്ചത്. കഴിഞ്ഞ തവണ ആ സീറ്റുകൾ ഉണ്ടായിരുന്ന എൽ ഡി എഫിന്റെ സീറ്റ് നില 29 താഴ്ത്തി. യു ഡി എഫിന് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണത്തെ 10 അവർ 20 ആക്കിയിരിക്കുന്നു. ഏറ്റവും അവസാനത്തെ വിഴിഞ്ഞം കൂടി വന്നപ്പോൾ. അപ്പോൾ യു ഡി എഫ് അവർ ഇപ്പൊ അവസാനം അവർ പറയുന്നത് ബി ജെ പി ജയിച്ച പല വാർഡുകളിലും യു ഡി എഫിന്റെ വോട്ടുകൾ 1000 താഴെയായിരുന്നു. ഇങ്ങനെ പല കണക്കുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വാർഡ് വിഭജനം നടത്തിയിട്ട് ചില വാർഡുകളിൽ 16,000 വോട്ട്, ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടന്ന വിഴിഞ്ഞം വാർഡിൽ 16,000 വോട്ടാണ്. ശരാശരി തിരുവനന്തപുരത്തെ മറ്റ് ഡിവിഷനുകളിലെ വാർഡുകളിലെ വോട്ട് എന്ന് പറയുന്നത് 6,000, 7,000, 8,000 വോട്ടുള്ളപ്പോൾ പല വാർഡുകളിലും പ്രത്യേകിച്ച് തീരദേശ വാർഡുകളിലൊക്കെ ഡിവിഷനുകളിലൊക്കെ 16,000, 15,000, 14,000 വോട്ടുകളാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു അത്ഭുതം തന്നെ. ബി ജെ പി വിഴിഞ്ഞം വാർഡിൽ കഴിഞ്ഞ തവണ 500 ചില്ലാനും വോട്ട് കിട്ടിയത് 2,800-ഓളം 2,400-ഓളം വോട്ടുകളാക്കി വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കണക്ക് വന്നു. ആ കണക്ക് പരിശോധിച്ചപ്പോഴല്ലേ വാർഡ് വിഭജനത്തിന്റെ പേരിൽ വെമ്പായ എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് അങ്ങോട്ട് ചേർത്തപ്പോ അവിടെയുള്ള ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ്. ബി ജെ പിക്ക് ഓൾഡ് വിഴിഞ്ഞത്ത് ഇപ്പോഴും വലിയ മുന്നേറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ പുതുതായി കൂട്ടിച്ചേർത്ത ആ പഞ്ചായത്തിൽ ആ വാർഡ് അതിനോട് കൂട്ടിച്ചേർത്തപ്പോ ഈ പറഞ്ഞ 2,400 വോട്ടിലേക്ക് എത്തിയതാണ്. അപ്പൊ ഇത് കണക്കുകൾ ചില സമയത്ത് ഇരുതല മൂർച്ചയുള്ള വാളാണല്ലോ. അതൊരു തരം എന്താ പറയാ, എങ്ങനെയും മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാം. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്നുള്ളത് ആളുകൾ അറിയാതിരിക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? വിഴിഞ്ഞം പരമ്പരാഗത LDF UDF വാർഡായിട്ടുള്ള വിഴിഞ്ഞത്ത് ബി ജെ പി 3 മുന്നണികൾക്കും ഒപ്പം വോട്ട് പിടിച്ചു എന്നാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്നുള്ളത് പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ബി ജെ പിയുടെ വളർച്ചയെ കുറച്ച് കാണണ്ട. ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത് ഒരു വലിയ രാഷ്ട്രീയ അട്ടിമറിയാണ്. അവര് ആദ്യമായിട്ട് കേരളത്തിൽ ഒരുപക്ഷെ തൃശ്ശൂര് എന്താ പറയുക പാർലമെന്റ് മണ്ഡലം പിടിച്ചതിനേക്കാൾ വലിയ രാഷ്ട്രീയ നേട്ടമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. തൃശ്ശൂര് അവിടെ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിച്ച ബി ജെ പി എന്ന പാർട്ടിയുടെ വോട്ട് കൊണ്ട് മാത്രമല്ല, ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തിയേക്കാൾ കൂടുതലായിട്ട് സുരേഷ് ഗോപി എന്ന വ്യക്തിത്വത്തിന്, ചലച്ചിത്ര താരത്തിന് കുറച്ചുകൂടി മനുഷ്യത്വമുള്ള, ചാരിറ്റി വല്ലാതെ ചെയ്യുന്ന ഒരു നല്ല മനുഷ്യന് ഇവിടുത്തെ കുറെ മനുഷ്യർ കൊടുത്ത ഒരു ചാൻസ് അദ്ദേഹത്തിന് ഇരിക്കട്ടെ എന്ന നിലയ്ക്ക് കൊടുത്ത ഒരു അനുഗ്രഹമാണ്, അല്ലെങ്കിൽ ഒരു അംഗീകാരമാണ്. പക്ഷെ തിരുവനന്തപുരത്തേത് പ്യുവർലി ഇറ്റ്സ് എ പൊളിറ്റിക്കൽ വാർ, ഒരു രാഷ്ട്രീയ യുദ്ധം തന്നെയായിരുന്നു. ആ രാഷ്ട്രീയ യുദ്ധത്തിൽ ബി ജെ പി അവരുടെ രാഷ്ട്രീയ മേൽക്കോയ്മ പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവിടെ ജയിച്ചത്. അതുകൊണ്ടാണ് അത് മുന്നണികൾക്ക് താക്കീതായി മാറുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു വേണേ തള്ളാം. പക്ഷെ അതൊരു സൂചനയാണ്. ആ സൂചന മുന്നണികൾക്ക് മനസ്സിൽ ഓർത്തു വെക്കാനുള്ള ചില പാഠങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ പാഠം കണ്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് തിരുവനന്തപുരത്ത് ഒതുങ്ങിക്കൊള്ളുന്നില്ല, മറ്റു പല സ്ഥലത്തേക്കും വ്യാപിച്ചേക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് കിട്ടിയ വലിയ ഒരു എന്താ പറയാ ഒരു ബൂസ്റ്റർ
വിജയമാണ് സത്യത്തിൽ. അവർ ഒരു മൊറൈൽ ബൂസ്റ്ററാണ് തിരുവനന്തപുരം നഗരസഭയിലെ വിജയം. പക്ഷെ ഇന്ന് പ്രധാനമന്ത്രി വന്നപ്പോൾ കുറെ കൂടി വലിയ പ്രഖ്യാപനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് BJP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാതിരുന്നത് BJP-യുടെ നേതാക്കളെയെങ്കിലും ഒട്ടൊക്കെ നിരാശപ്പെടുത്തിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും അദ്ദേഹം വന്നു, വാഗ്ദാനം പാലിച്ചു. പ്രധാനമന്ത്രി വരും, തിരുവനന്തപുരത്തിന്റെ വികസന സ്വപ്നങ്ങൾ അദ്ദേഹം പങ്കുവെക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത്തരം വികസന സ്വപ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു മാതൃകാ തലസ്ഥാനമായിട്ട് അല്ലെങ്കിൽ ഒരു നഗരമായിട്ട് തിരുവനന്തപുരത്തെ മാറ്റും. ഇത് കേരളത്തിന് ലേക്ക് BJP-യുടെ അശ്വമേധത്തിന്റെ ആരംഭമാണ് എന്നുള്ള ഒരു രാഷ്ട്രീയ സന്ദേശം കൊടുക്കാനാണ് അദ്ദേഹം തയ്യാറായത്. ഒപ്പം കോൺഗ്രസിനെ എന്തായിട്ട് വിശേഷിപ്പിച്ചത്, അതായത് മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് പാർട്ടി. അത് എന്ത് നിർവചനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ മുസ്ലിം മാവോയിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുന്നത്, അർബൻ നക്സൽ എന്നൊക്കെ ഉള്ളത് BJP-ക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പദപ്രയോഗമാണ്. പക്ഷെ ഇവിടെ വന്ന് അദ്ദേഹം അതിനെ ഈ എന്നൊക്കെ പറയുന്ന മുസ്ലിം മാവോയിസ്റ്റ് MMP എന്നൊക്കെ കോൺഗ്രസിനെ വിശേഷിപ്പിക്കുക എന്നാണ് വിശേഷിപ്പിച്ചത്. എന്തോ MMC, മുസ്ലിം മാവോയിസ്റ്റ് കോൺഗ്രസ്. കോൺഗ്രസ് മുസ്ലിം, അത് എന്ത് കോൺഗ്രസ് ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രിയാകുമ്പോൾ അതൊക്കെ എന്ത് പറഞ്ഞാലും ആഘോഷമാക്കുന്നു. പക്ഷെ ഒരു അർത്ഥവും സെൻസോ ഇല്ലാത്ത കാര്യമാണ്. അതിലൂടെ പ്രകടമാകുന്നത് മുസ്ലിം വിരോധം തന്നെയാണ്. ഇവിടുത്തെ ചില ഹിന്ദു സംഘടനകൾ ഇപ്പൊ തുടർച്ചയായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം വിരോധം, ആ ഒരു ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കാനുള്ള ആ ഒരു എന്താ പറയുക, മുസ്ലിങ്ങൾക്കെതിരായിട്ട് കേരളത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെയെല്ലാം ധ്രുവീകരിക്കാനുള്ള ആ ഒരു രാഷ്ട്രീയ തന്ത്രം ഇവിടെ നടക്കുന്നുണ്ടല്ലോ, ആസൂത്രിത തന്ത്രം. CPM അടക്കം ആ തന്ത്രത്തിന്റെ ഭാഗമായി മാറുന്ന കാഴ്ച കുറച്ച് നാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ തന്ത്രം അവസാനം CPM-നാണോ ഗുണം ചെയ്യുക, BJP-ക്കാണോ ഗുണം ചെയ്യുക, അത് ക്യാഷ് ചെയ്യുന്നത് ആരാണ്, എൻക്യാഷ് ചെയ്യുന്നത് BJP ആകുമെന്ന് പലരും ഭയപ്പെടുന്നുണ്ട്. അതിന്റെ ഒരു സൂചനയാണ് ഈ പ്രയോഗത്തിലുള്ള പ്രധാനമന്ത്രി നടത്തിയത്. വെറുതെ നടത്തിയ ഒരു പ്രയോഗമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് വളരെ ആലോചിച്ച് ഉറപ്പിച്ച് നടത്തിയ ഒരു പ്രയോഗം തന്നെയാണ്. തീർച്ചയായിട്ടും. ഞാൻ അതിലൊരു ചെറിയ ഇടപെടൽ, ഒരു മിനിറ്റ്. ഞാനിതാ വരുന്നു. ഒന്ന് നവ്യാഹരിദാസിലേക്ക് പോയിട്ട് ഇതാ വരുന്നു. അതായത് BJP-ക്ക് കേരളം എന്ന് പറയുന്നത് വിദൂരമായി എങ്ങോ കാണാവുന്ന ഒരു സ്വപ്നമാണ്, അടുത്തങ്ങ് എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഇവിടെ ഒരു ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നത്. എങ്ങനെയാണ്, വിദൂരതയിൽ കാണുന്ന ഒരു സ്വപ്നമാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈയെത്തിപ്പിടിക്കാൻ പറ്റുന്ന ദൂരത്തിലാണോ കേരളത്തിന്റെ ഭരണമിരിക്കുന്നത്? ചുരുങ്ങിയ വാക്കുകളിൽ പറയണേ, ഒരു മിനിറ്റിൽ. ഒരു ഭരണപക്ഷത്തേക്ക് ഭാരതീയ ജനതാ പാർട്ടി വരുന്നത് വിദൂരതയിലുള്ള ഒരു സ്വപ്നമായി കണ്ടുകൊണ്ടിരുന്ന ഒരു കാലം പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിന്റെ ചിത്രം മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ആത്മവിശ്വാസം കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ വർഗീയ പാർട്ടി എന്നുള്ള ചിത്രീകരണം ഇന്നോ ഇന്നലെയോ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളതല്ല. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2 ആഴ്ച മുൻപ് ശ്രീ AK ബാലൻ വരെ വിശേഷിപ്പിച്ചിട്ടുള്ളത്, കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആഭ്യന്തരം വഹിക്കുന്നത് ജമായത്ത് ഇസ്ലാമി ആയിരിക്കും എന്നുള്ള തരത്തില് ഉള്ള ഒരു കൂട്ടിച്ചേർക്കലുകളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ഒരിക്കലും ഒരു മതത്തെ പ്രത്യേകിച്ച് ആസ്പദമാക്കിക്കൊണ്ട്, അതല്ലെങ്കിൽ ഒരു മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഇവിടെ വികസനം എന്നുള്ളൊരു മതം മാത്രമാണ് മുൻപിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. എന്നിരുന്നാലും കോൺഗ്രസ് പലതവണയായിട്ട് പലയിടങ്ങളിലായിട്ട് ഒരു മുസ്ലിം പ്രീണനം കൊണ്ടുവരുന്ന ഒരു പ്രവണത, അത് കഴിഞ്ഞ ഒട്ടേറെ ഇലക്ഷനുകളിലായിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ എടുത്തു പറയേണ്ടതും ഭീകരവാദ സംഘടനകളുമായിട്ട് കൂട്ടുചേർന്നുകൊണ്ട്, അവരുമായിട്ട് സന്ധി ചേർന്നുകൊണ്ടുള്ള കോൺഗ്രസിന്റെ പ്രവർത്തനത്തെയാണ് ഇന്ന് നരേന്ദ്രമോദിജി എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ നമ്മുടെ സമൂഹത്തില് മറ്റു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് എന്നുകൂടെ ഞങ്ങൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്ത് തന്നെയാണെങ്കിലും ശരി, ആ വികസനത്തോടൊപ്പം ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒപ്പം ഉണ്ടാകും. ആ വികസനം തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് അതിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ഇലക്ഷൻ ആയിരിക്കും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ. അത് തീർച്ചയായിട്ടും ആ ഇലക്ഷൻ കഴിയുന്ന സമയത്ത്, ആ മേൽക്കോയ്മ, ആ റിസൾട്ട് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൂരത്തിലൊന്നുമല്ല, അടുത്ത് തന്നെയാണ് നിൽക്കുന്ന എന്നൊരു പോയിന്റിലേക്ക് തന്നെയാണ് അതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ശ്രീ വിനോദ് മേക്കോത്ത്, അങ്ങ് പറയാൻ വന്നതോ? പറയാം. പറഞ്ഞത് പൊടിപാറ സാറ് പറഞ്ഞ തിരുവനന്തപുരത്ത് ഒരു മഹാസംഭവം നടന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് എന്ന തരത്തിൽ പറയുമ്പോൾ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കോർപ്പറേഷൻ പരിധിയിൽ BJP-ക്ക് ലഭിച്ചത് 2 ലക്ഷത്തിൽ പരം വോട്ടാണ്. പക്ഷേ ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ആകെ അവർക്ക് ലഭിക്കുന്നത് 1,00,000
65,891 വോട്ടാണ്. നേരത്തെ 2,13,214 വോട്ട് കിട്ടിയ സ്ഥാനത്ത് ഈ പറയുന്ന ലോക്കൽ ബോഡിയിലേക്ക് വരുമ്പോൾ വോട്ട് വളരെ കുറയുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. സമാനമായിട്ടുള്ള സാഹചര്യമാണല്ലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. അതും ഒരു വിസ്മയമായിരുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഇക്കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ തൃശ്ശൂരിൽ BJP-യുടെ പ്രകടനം എവിടേക്കാണ് എത്തിയിട്ടുള്ളത്? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അത് ഒരു 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 പിന്നെ മാനദണ്ഡമായി അളവുകോലായി നമുക്ക് എടുക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം കറക്റ്റായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ ഉൾപ്പെടെ നവ്യയ്ക്ക് അറിയാമല്ലോ, ഈ BJP-ക്ക് വിജയിക്കാൻ കഴിയുന്ന തരത്തിൽ ഡീലിമിറ്റേഷൻ കമ്മീഷനെ ദുരുപയോഗിച്ചുകൊണ്ട് കൊച്ചു കൊച്ചു വാർഡുകൾ സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ട് കോൺഗ്രസിനും UDF-നും ജയിക്കാൻ കഴിയുന്ന വാർഡുകൾ അത്തരത്തിൽ സ്കാറ്റേർഡ് ആക്കി മാറ്റിക്കൊണ്ട് പല വലിയ വാർഡുകളും തീരപ്രദേശത്തും ഇതേപോലെ തന്നെ കോഴിക്കോട്ടും ചെയ്തിട്ടുണ്ട്. വലിയ വലിയ വാർഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിന് CPM ചെയ്തു കൊടുത്ത സൗകര്യം കൂടി ഇതിന്റെ കൂടെ വായിച്ചെടുക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ തയ്യാറാക്കിയ ഒരു തിരക്കഥയാണ് പ്രധാനമന്ത്രിയെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തിയ BJP. നേരത്തെ തയ്യാറാക്കിയ ഒരു തിരക്കഥയാണ്. ആ തിരക്കഥ തയ്യാറാക്കുന്നതിൽ സഹായിച്ചതിൽ ഇടതുപക്ഷവുമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പൊ അത്തരത്തിലൊരു തിരക്കഥ ചലച്ചിത്രമായതാണ് തിരുവനന്തപുരം നഗരസഭയിലെ ലോക്കൽ ബോഡി ഇലക്ഷൻ ഫലം എന്നാണ്. ആരൊക്കെയോ എഴുതി വെച്ചിരുന്ന തിരക്കഥയിലെ കഥാപാത്രങ്ങൾ മാത്രമായി മാറുകയായിരുന്നു തിരുവനന്തപുരത്ത് കണ്ടത് എന്നാണ് ശ്രീ വിനോദ് മേക്കോത്തിന്റെ പോയിന്റ്. സാർ, അങ്ങിലേക്കൊന്ന് വരികയാണ്. അതായത് ഒറ്റ വാക്കിലൊന്ന് പറയണേ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം, അദ്ദേഹം കേരളത്തിലേക്ക് വന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം സ്വാധീനിക്കും? അത് വോട്ടുകളായി മാറുമോ? ചെറിയ വാക്കി പറയണേ. തീർച്ചയായിട്ടും നരേന്ദ്രമോദി ഒരു ഇൻഫ്ലുവൻസറാണ്. അദ്ദേഹം ഒരു എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ ഇത്രയും ക്രൗഡ് പുള്ളർ ആയിട്ടുള്ളൊരു നേതാവ് ഇപ്പൊ ഇന്ത്യയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ഉത്തരം പറയേണ്ടി വരും. കേരളത്തിൽ പക്ഷെ അദ്ദേഹമാണോ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ എന്ന് ചോദിച്ചാൽ അല്ല എന്നും പറയേണ്ടി, നമുക്ക് അങ്ങനെ അബ്സല്യൂട്ട് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ഈക്വേഷനൊക്കെ മാറ്റാനുള്ള ശേഷിയുണ്ട്. ആ തെരഞ്ഞെടുപ്പിന്റെ എന്താ പറയാ ഫോക്കസ് മാറ്റാൻ ശേഷിയുള്ള ഒരു നേതാവാണ് മോദി എന്നുള്ള കാര്യത്തിൽ നമ്മൾ കുറച്ച് കണ്ടിട്ട് കാര്യമില്ല. നമ്മൾ വസ്തുതാപരമായിട്ട് കാര്യങ്ങളെ കണ്ടുകൊണ്ട് അങ്ങനെ വേണം കാണാൻ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മോദിയുടെ ഈ വരവ് ശരിക്കും, ഞാൻ ആ തുടക്കം തന്നെ പറഞ്ഞല്ലോ, ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കാഹളം മുഴക്കി കഴിഞ്ഞു. ഇനി കൂടുതൽ അദ്ദേഹം വരും, കൂടുതൽ കാര്യങ്ങൾ പറയും. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് കേരളത്തിൽ അത്ര വലിയ അത്ഭുതങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. പക്ഷെ പാടെ മോശമായേക്കില്ല എന്ന ഒരു അക്കൗണ്ട് തുറന്നേക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതൊന്ന് ആയിരിക്കില്ല എന്ന് ഞാനിപ്പോൾ സമ്മതിക്കാനും തയ്യാറാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടുന്ന ചില മണ്ഡലങ്ങളിൽ അവർക്ക് അബ്സല്യൂട്ട് ലീഡുണ്ട്. ആ ലീഡ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൺവെർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് 1, 2, 3 സീറ്റുകളിലേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റും. പക്ഷെ അപ്പോഴും ആ എത്തിപ്പെടുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെച്ച് കണക്ക് വെച്ച് നോക്കുമ്പോൾ ആ നഷ്ടം UDF-നല്ല LDF-നാണ് സംഭവിക്കുന്നത് എന്നുള്ളതും പ്രത്യേകിച്ച് കാണേണ്ട ഒരു കാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഒരു ത്രികോണ യുദ്ധം തന്നെയാവും. പക്ഷെ ആ യുദ്ധത്തിൽ തിരുവനന്തപുരം ഒഴിച്ച് മറ്റു ജില്ലകളിൽ വലിയ ഒരു അത്ഭുതമൊന്നും സൃഷ്ടിക്കാൻ BJP-ക്ക് ഇക്കുറിയും കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പുറത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില സീറ്റുകളുടെ കാര്യത്തിൽ നല്ല മത്സരം കാഴ്ചവെച്ച് ചിലപ്പോൾ 2ാം സ്ഥാനത്ത് കുറച്ച് കൂടുതൽ സീറ്റുകളിൽ വരാൻ കഴിഞ്ഞെന്ന് വരാം. ചിലയിടത്ത് 1ാം സ്ഥാനത്തും വന്നു എന്ന് വരാം. അതിനപ്പുറത്ത് കണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറും എന്ന് പറയുന്നതിനേക്കാൾ കേരളം ഒരു ത്രികോണ മത്സരത്തിലേക്ക് പൂർണ്ണമായും വഴിമാറാനുള്ള സാധ്യതകൾ എല്ലായിടത്തും ഇല്ല. ചില സ്ഥലങ്ങളിൽ അതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. തിരുവനന്തപുരത്തെ ചില മണ്ഡലങ്ങളിൽ, അതുപോലെ പാലക്കാട് ചില മണ്ഡലങ്ങളിൽ, കാസർഗോഡ് ചില മണ്ഡലങ്ങളിൽ അങ്ങനെയൊക്കെ ഒരുപക്ഷെ വന്നേക്കാം എന്നല്ലാതെ കേരളം ഒട്ടാകെ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ നമ്മൾ BJP-യുടെ പ്രകടനം വിലയിരുത്തി എറണാകുളത്തും കോട്ടയത്തും ഇടുക്കിയിലും പത്തനംതിട്ടയിലൊക്കെ വിലയിരുത്തിയാൽ BJP അവിടെ ഒന്നും ഒരു പ്രകടനവും നടത്തിയിട്ടില്ല. അപ്പൊ BJP-ക്ക് കേരളം ഒട്ടാകെ ഇങ്ങനെ ഒരു 3ാം ശക്തിയായി മാറാനുള്ള ഒരു സൂചനയും ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് തരുന്നില്ല. പക്ഷെ അവർ ശക്തി തെളിയിച്ച സ്ഥലങ്ങളിൽ അവർ ഒരുപക്ഷെ ചില കണക്കുകൂട്ടലുകൾ തെറ്റിച്ചേക്കാം എന്നാണ് നമുക്ക് ആത്യന്തികമായിട്ട് വിലയിരുത്താൻ കഴിയുക. ഓക്കെ, തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവോടുകൂടി BJP പ്രവർത്തകർക്കെല്ലാം വലിയ ആവേശമാണ് നൽകിയിരിക്കുന്നത്. പരമ്പരാഗതമായ വോട്ട് ബാങ്കുകളിൽ ചോർച്ച ഉണ്ടാകുന്നതോടെ ചെറിയ മാർജിനിൽ വിജയിച്ച് പോന്നിരുന്ന പല സീറ്റുകളും അപ്രതീക്ഷിത ഫലങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്താണ് കാത്തുവച്ചിരിക്കുന്നത് എന്ന്. പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും നന്ദി, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി. ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു.